നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് ഇന്ന് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചു കാലം മുൻപ് വരെ നമ്മൾ സിനിമകളിൽ മാത്രം കണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. അതെ, ഞാൻ സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI കുറിച്ചാണ്. എഴുതാനും വരയ്ക്കാനും കോഡിംഗ് ചെയ്യാനും എന്തിനേറെ പറയുന്നു, മനുഷ്യനെ പോലെ സംസാരിക്കാൻ വരെ ഇന്ന് AIക്ക് സാധിക്കും. എന്നാൽ ഇതോടൊപ്പം ഉയരുന്ന വലിയൊരു ചോദ്യമുണ്ട്. AI നമ്മുടെ ജോലികൾ ഇല്ലാതാക്കുമോ? ഭാവിയിൽ മനുഷ്യന് പ്രസക്തി ഉണ്ടാകുമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതേക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് AI വെറുമൊരു സാങ്കേതിക വിദ്യ മാത്രമല്ല, വിദ്യാഭ്യാസം, ആരോഗ്യം, സിനിമ, ബിസിനസ് തുടങ്ങി എല്ലാ മേഖലകളിലും AI കടന്നു വന്നു കഴിഞ്ഞു. ഒരു ലോഗോ ഡിസൈൻ ചെയ്യണോ, ഓഫീസിലെ മെയിൽ തയ്യാറാക്കണോ, ഒരു വലിയ ഡേറ്റ വിശകലനം ചെയ്യണോ, എല്ലാത്തിനും ഇന്ന് മിനിറ്റുകൾക്കുള്ളിൽ AI പരിഹാരം കാണുന്നുണ്ട്. ഇത് കമ്പനികളുടെ പണവും സമയവും ലാഭിക്കുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഇത് സാധാരണക്കാരായ ജീവനക്കാരുടെ നെഞ്ചെടുപ്പ് കൂട്ടുകയാണ്. കാരണം 10 പേർ ദിവസങ്ങളെടുത്ത് ചെയ്തിരുന്ന ജോലി ഇന്ന് ഒരാൾക്ക് AIയുടെ സഹായത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ തീർക്കാം. ഏതൊക്കെ ജോലികളാണ് അപകടത്തിൽ? റിപ്പോർട്ടുകൾ പ്രകാരം ചില പ്രത്യേക മേഖലകളിലെ ജോലികളെ AI കാര്യമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഡേറ്റ എൻട്രി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ആവർത്തന സ്വഭാവമുള്ള ജോലികൾ AI വളരെ എളുപ്പത്തിൽ ഏറ്റെടുക്കുന്നു. കസ്റ്റമർ സപ്പോർട്ട്, നമ്മൾ വിളിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴും മറുപടി നൽകുന്ന ചാറ്റ് റോബോട്ടുകൾ കൂടുതൽ സ്മാർട്ടായി കഴിഞ്ഞു. ബേസിക് കോഡിംഗ് ആൻഡ് റൈറ്റിംഗ്, ലളിതമായ കോഡുകളും ലേഖനങ്ങളും എഴുതാൻ AIക്ക് ഇപ്പോൾ മികച്ച കഴിവുണ്ട്. അപ്പോൾ അതിനർത്ഥം മനുഷ്യർക്ക് ഇനി ജോലി ഉണ്ടാകില്ല എന്നാണോ? ഒരിക്കലുമല്ല. ചരിത്രം പരിശോധിച്ചാൽ കമ്പ്യൂട്ടറുകൾ വന്ന കാലത്തും ആളുകൾ ഇതേപോലെ ഭയപ്പെട്ടിരുന്നു. ടൈപ്പ്റൈറ്റർമാരുടെ ജോലി പോയെങ്കിലും കോടിക്കണക്കിന് പുതിയ കമ്പ്യൂട്ടർ അധിഷ്ഠിത ജോലികളാണ് പിന്നീട് ഉണ്ടായത്. ഇതേ കാര്യമാണ് AIയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. AI മനുഷ്യനെ മാറ്റി സ്ഥാപിക്കില്ല. പകരം AI ഉപയോഗിക്കുന്ന ഒരു മനുഷ്യൻ AI ഉപയോഗിക്കാത്ത മനുഷ്യനെ മാറ്റി സ്ഥാപിക്കും. സർഗ്ഗാത്മകത, വൈകാരിക ബുദ്ധി, നേതൃപാഠം എന്നിവയൊന്നും AIക്ക് ഉണ്ടാകില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്സ്കില്ലിംഗ് ആണ്, അതായത് പുതിയ സാങ്കേതിക വിദ്യകൾ പഠിച്ചെടുക്കുക. ചുരുക്കത്തിൽ AI ഭയപ്പെടുകയല്ല, മറിച്ച് നമ്മുടെ വളർച്ചയ്ക്കായി അതിനെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. ഭാവിയിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകണം. നിങ്ങളുടെ ജോലി മേഖലയിൽ AI മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.